നമ്മുടെ വീട്ടിലെ ചെടികളും അതുപോലെ മരങ്ങളും ഒക്കെ നമ്മൾ വളരെയധികം സ്നേഹിച്ച് നന്നായിട്ട് പരിപാലിക്കാറുണ്ട്. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കാറുണ്ട്. നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത്, നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ പരിപാലിക്കുക അല്ലെങ്കിൽ ഇത് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ടെൻഷനും അതുപോലെ നമുക്കൊരു വിഷമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം. അതായത് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് കൃത്യസമയത്ത് അതാത് ചെടികൾക്ക് വേണ്ടുന്ന വെള്ളം കൃത്യമായിട്ട് കിട്ടുക. അതാണ് ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ എങ്ങനെ ഫുള്ളി ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള പുതുപ്പള്ളിയിലാണ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ വീട്ടിലാണ്. അപ്പോൾ ഈ വീട്ടില് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പ്ലാന്റുകളുണ്ട്. ഏകദേശം 700-ലധികം പ്ലാന്റുകൾ ഈ വീട്ടിലുണ്ട്. അതിൽ തന്നെ ഈ നമ്മുടെ ചെടിച്ചട്ടിയിലിരിക്കുന്ന ഒത്തിരി ചെടികളുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ ലോൺ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ കൃഷി ചെയ്യുന്ന കുറച്ച് ചെടികളുണ്ട്. അതുപോലെ തന്നെ വാഴയൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ചന്ദനമരത്തിന്റെ തൈകളാണ്. ഇത് നമ്മൾ കാണുന്ന ഈ യെല്ലോ കളർ, മഞ്ഞ കളറുള്ള ചന്ദനമാണ്. ഇവിടെ ഇരിപ്പുണ്ട്. ഇത് രക്തചന്ദനം, നമ്മുടെ പുഷ്പയുടെ രക്തചന്ദനത്തിന്റെ തൈകളാണ്. ബാക്കി നമുക്ക് അങ്ങോട്ട് പോയി കാണാം, പരിചയപ്പെടാം. ഇവിടെ ഒരു പ്ലാവിന്റെ മരമുണ്ട്. ഇതിൽ ചക്കയൊക്കെ നമുക്ക് കാഴ്ചയ്ക്കുന്ന കാണാം. കുഞ്ഞു ചക്കകളാണ്, ചക്ക വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഓറഞ്ച് ഉണ്ട്, കുഞ്ഞു ഓറഞ്ചാണ്. അപ്പൊ ഇത് നിറയെ ഓറഞ്ച് കാഴ്ച ഇപ്പോൾ ഉണ്ട്, കാണാൻ പറ്റും. ഓറഞ്ച് ഉണ്ട്, ചിലതൊക്കെ പഴുത്ത് വരുന്നുണ്ട്. ഓറഞ്ച് ഉണ്ട്. അതുപോലെ ഇവിടെ പപ്പായ ഉണ്ട്. പപ്പായ 2-3 പപ്പായ ഉണ്ട്. അതുപോലെ മാവിന്റെ പല വെറൈറ്റീസ് ഓഫ് മാവുണ്ട്. അപ്പൊ ഇതിലിവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു കുഞ്ഞു മാവില് മാങ്ങയൊക്കെ വന്നിപ്പുണ്ട്. അങ്ങനെ ഒത്തിരി മരങ്ങളും അതുപോലെ നമ്മൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാല് ഇതിൽ ഒത്തിരി ചെടികളാണ്. റോഡ് സൈഡിൽ അപ്പുറത്തെ സൈഡിലോട്ടും ഒക്കെ ഒത്തിരി ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാ ചെടിയുടെയും പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇവിടെ സാറും അതുപോലെ മാഡവും വൈകിട്ടാവുമ്പോൾ ഈ ചെടികളെല്ലാം നന്നായിട്ട് പരിപാലിക്കുകയും അതുപോലെ തന്നെ വലിയ കാര്യക്ഷമതയോടെ അല്ലെങ്കിൽ വലിയ ഇൻട്രസ്റ്റോടെയാണ് സാറ് വെള്ളം ഒഴിക്കുകയും അതുപോലെ ഇതിനെ പരിപാലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയത്. നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടതുപോലെ ഇവിടെ പല ടൈപ്പിലുള്ള ചെടികളുണ്ട്. അപ്പൊ എല്ലാ ചെടികൾക്കും നമുക്ക് ഒരുപോലത്തെ വെള്ളമല്ല നമ്മൾ കൊടുക്കേണ്ടത്. ചില പ്ലാന്റ്സിന് 1/2 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെയുള്ള വേരിയേഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പൊ അത് ഓരോ പ്ലാന്റിനെയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വെള്ളം കൊടുക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം ചെയ്യേണ്ടത് പക്ഷെ നമുക്ക് ഒരൊറ്റ സിംഗിൾ ലൈനിൽ നിന്നാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അതായത് നമുക്കിപ്പോ വെള്ളം കൂടിപ്പോയാൽ ചില പ്ലാന്റിന് പ്രശ്നം വരും, വെള്ളം കുറഞ്ഞു പോയാലും പ്രശ്നം വരും. അപ്പൊ കൃത്യമായ അളവിൽ നമ്മൾ വെള്ളം കൊടുക്കുക എന്നാണ് നമ്മുടെ ടാസ്ക്. നമ്മൾ ഈ കാണുന്ന ഈ ചെടിച്ചട്ടിയിലിരിക്കുന്ന ഈ പ്ലാന്റിനെല്ലാം നമ്മൾ ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒത്തിരി ഇതുണ്ട്, പ്ലാന്റുകളുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യും. എന്നാൽ നമ്മൾ ഇവിടെ ഈ കാണുന്ന ലോൺ ഏരിയക്കകത്തെല്ലാം തന്നെ നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻസ് ആണ്. അതായത് പോപ്പപ്പ് ഗണ്ണാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പോപ്പപ്പ് ഓൾറെഡി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോപ്പപ്പ് വെച്ചിട്ടുണ്ട്. ഇത് മണ്ണെല്ലാം കുഴിച്ചിട്ട് നമ്മൾ പോപ്പപ്പ് വെച്ചിട്ടുണ്ട്. ആ ഏരിയയിൽ പോപ്പപ്പിന്റെ വർക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ കാണുന്ന ഈ ഷെയ്ഡഡ് ഈ പ്ലാന്റ്സിനെല്ലാം തന്നെ വളരെ കുറച്ചായിട്ടുള്ള വെള്ളം മതി. അത് ജസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവന് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡില് 3 പാർട്ടീഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് പോർഷൻ ആണ്. അപ്പൊ ഈ പോർഷനിലാണ് നമ്മൾ ഈ മിസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പോർഷൻ, ഈ ടോപ്പിലെ പോർഷൻ അത്രയും ഒരു പാർട്ടീഷൻ ആണ്. രണ്ടാമത്തെ പാർട്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രണ്ട് എൻട്രിയിൽ വരുന്ന നമ്മുടെ ലോൺ ഏരിയ ഉണ്ട്, അതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ടീഷൻ. അതുപോലെ തന്നെ മൂന്നാമത്തെ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലുള്ള ആ ചെടികളും മരങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള മൂന്നാമത്തെ പോർഷൻ. അങ്ങനെ നമ്മൾ ടോട്ടൽ 3 പോർഷൻസ് ആണ് നമ്മളിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ചെയ്യുന്ന 3 ഇറിഗേഷൻ സിസ്റ്റത്തിലും ഡ്രിപ്പ് ഇറിഗേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത്. അതിന്റെ ഒരു മിനിയേച്ചർ ടൈപ്പുള്ള ഒരു വേരിയേഷൻസ് മാത്രമാണ് നമ്മളിവിടെ ഈ ഡ്രിപ്പിൽ വ്യത്യാസം വരുന്നത്. ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി അധികം ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 700ഓളം പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഇത്രയും പ്ലാന്റ്സിനും കൂടെ നമുക്ക് ഏകദേശം ഒരു 1300ഓളം ലിറ്റർ വെള്ളം വേണം. അതുപോലെ തന്നെ ഈ നമ്മുടെ മിസ്റ്റിങ്ങും അതുപോലെ സ്പ്രിംഗ്ലറിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് 2.5 bar to 3 bar പ്രഷർ മസ്റ്റ് ആയിട്ട് വേണം. അതുപോലെ നമ്മുടെ ഫ്ലോയും പ്രഷറും എല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ സൈറ്റിൽ നമുക്ക് 1 HP ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ് നമുക്ക് ഇവിടെ സ്യൂട്ടാവും.
അപ്പൊ ഈ സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോംപ്റ്റൺ ബ്രാൻഡിന്റെ 1 HP ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് 6000 ലിറ്റർ വെള്ളം നമുക്ക് ഒരു മണിക്കൂർ ഫ്ലോ കിട്ടും. നമുക്കിത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ 1300 ലിറ്റർ വെള്ളം നമുക്ക് ഈസി ആയിട്ട് എല്ലാ ചെടികൾക്ക് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ പൈപ്പ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 300-350 മീറ്ററോളം പൈപ്പ് ഉണ്ട്. കൃത്യമായിട്ട് 350 മീറ്റർ പൈപ്പ് നമ്മളിവിടെ റണ്ണിങ് ചെയ്യുന്നുണ്ട്. അത് പോയിട്ട് ഇതിന്റെ എൽബോ ഏകദേശം ഒരു 50-60ഓളം എൽബോ വരുന്നുണ്ട്. കാരണം ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ബെൻഡിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ പൈപ്പ് കെട്ടിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്ലെയർ ടൈപ്പ് ആയിട്ടുള്ള കട്ടറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ബ്ലേഡ് ഉപയോഗിക്കും, ഹാക്സ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ അത് കട്ട് ചെയ്യുന്നതിൽ നിന്ന് പൊടി വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൊടി വരും, ഉറപ്പായിട്ടും പൊടി വരും. അപ്പോൾ ആ പൊടിയെല്ലാം പൈപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ഈ ചെറിയ ടാപ്പിലും അല്ലെങ്കിൽ ഡ്രിപ്പറിലും ഒക്കെ കയറി അടയാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഈ കട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയുള്ള എല്ലാ തലവേദനകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഡ്രിപ്പിന്റെ ഹോസ് 16 mm ലാറ്ററൽ ട്യൂബ് എടുക്കുമ്പോഴത്തേക്കും ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ പൈപ്പിൽ നമ്മൾ ഹോൾ ചെയ്തിട്ടായിരിക്കും സാധാരണ എടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ കുഞ്ഞ് സൈറ്റുകളിൽ വരുമ്പോഴത്തേക്കും ഈ ചെറിയ പൈപ്പ് വരുന്നത് 1 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഒരു കൺവേർട്ടർ ഇടും, ഒരു PVC-യിൽ നിന്ന് HDP കൺവേർട്ടർ. ഇത് ഒരു 3/4-16 ഒരു കൺവേർട്ടർ നിപ്പിളാണ്. അതിൽ നമ്മൾ ജസ്റ്റ് ഈ ട്യൂബ് എടുക്കുക, ഈ കൺവേർട്ടർ നിപ്പിളിനോട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുക, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത് ഇത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ട്യൂബ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ആ PVC പൈപ്പിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ 16-ന്റെ ലാറ്ററൽ ട്യൂബാണ്. അപ്പൊ ഈ ലാറ്ററൽ ട്യൂബിൽ നിന്ന് നമ്മൾ ഒരു 6-ന്റെ ടാപ്പാണ്, 6 mm ഒരു ടാപ്പാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 6-ന്റെ ട്യൂബ് വെച്ചിട്ട് നേരെ നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലേക്ക് കൊടുക്കും. അപ്പൊ ഇതിനു വേണ്ടി നമ്മളൊരു 6 mm ഒരു ഡ്രിപ്പ് സ്റ്റാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യം പോലെ നമുക്ക് ഇതിനാവശ്യമായ വെള്ളം നമുക്ക് കിട്ടും. നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ഡ്രിപ്പിന്റെ സിസ്റ്റത്തിലും നമ്മൾ 6 mm ടാപ്പാണ് ഫൈനലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ കാരണം. ഒന്ന് വന്നിട്ട് നമുക്ക് അതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വേണമെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ കുറച്ചാണ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടാനുസരണം അത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇൻ കേസ് എന്തെങ്കിലും പൊടിയോ ഫ്യൂച്ചറിൽ ഇതിന്റെ സെഡിമെന്റ്സോ എന്തെങ്കിലും കയറി അടയുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ എടുക്കാം. നമുക്ക് ഈസി ആയിട്ട് അത് ജസ്റ്റ് ഒരു പിന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനും പറ്റും. 6 mm ടാപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 2ാമത്തെ ടൈപ്പ് ഇറിഗേഷൻ ആണ്. അതായത് ഇവിടെ നമ്മൾ മിസ്റ്റിംഗ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ മിസ്റ്റിംഗ് നോസിൽ. അപ്പൊ ഈ നോസിൽ ഉപയോഗിച്ചാണ് നമ്മളിവിടെ മിസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റിംഗ് നോസിൽ നമുക്ക് 2 അടി വരെ മാക്സിമം സ്പ്രെഡിങ് ഏരിയ കിട്ടും. അപ്പൊ ഇവിടെ ടോട്ടൽ 16 അടി ലെങ്ത് ഉണ്ട്. നമ്മൾ 8 നോസിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു മിസ്റ്റിംഗ് നോസിലിന് പ്രോപ്പറായിട്ട് നമുക്ക് മിസ്റ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ 2.5 ബാറിന് എബോവ് വേണം. എങ്കിലേ നമുക്ക് നല്ല ഏറ്റവും മാക്സിമം ഫൈൻ മിസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ തെങ്ങിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് ഈ ആന്തൂറിയം പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിലും നമ്മൾ മിസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് 16-ന്റെ ട്യൂബ് ചുറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു 2 അടി ഗ്യാപ്പിൽ നമ്മൾ ഓരോ മിസ്റ്റിംഗ് നോസിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എഫക്ട് നമുക്ക് പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. പോപ്പപ്പ് ഗണ്ണിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ നമ്മുടെ കോറി വീഡിയോയിൽ ഒരു മിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ഈ പോപ്പപ്പ് ഗണ്ണിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പോപ്പപ്പ് ഗണ്ണ് ചെയ്യുമ്പോഴത്തേക്കും 2 കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പോപ്പപ്പ് ഗണ്ണിന്റെ ഔട്ടറിലായിട്ട് നമുക്കൊരു PVC ചെറിയൊരു പൈപ്പ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ പോപ്പപ്പ് ഗണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പോപ്പപ്പ് ഗണ്ണ് ഇളക്കിയെടുക്കാനും ഒക്കെ ഈസി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എപ്പോഴും പോപ്പപ്പ് ഗണ്ണ് ഒരു 2 ഇഞ്ചെങ്കിലും താഴെ ആയിരിക്കണം നിൽക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പുല്ല് വെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ലോൺ മൂവർ ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ ആ ബ്രഷ് കട്ടിങ് ചെയ്യുന്ന അതിന്റെ ബ്ലേഡ് കൊണ്ടിട്ട് ഇതിന്റെ ടോപ്പ് എല്ലാം ഡാമേജ് ആവാനും അത് പീരിയോഡിക്കലായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു പ്രശ്നം വരും. അത് പല സൈറ്റുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴ്ത്തി വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിസിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങനെ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പൊ ഈ 2 കാര്യങ്ങളും നമ്മൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സമ്പിനകത്ത് നമുക്ക് ക്രോംപ്റ്റന്റെ 1 HP ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പൊ അതിനുശേഷം അതിന്റെ ഡെലിവറി ലൈൻസ് ആണ് ഈ കാണുന്നത്. ആ ഡെലിവറി ലൈനിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ വെഞ്ചുറി ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. വെഞ്ചുറി ട്യൂബ് നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ നമ്മുടെ എന്തെങ്കിലും ഈ ചെടികൾക്ക് ആവശ്യമായ വളം അല്ലെങ്കിൽ മെഡിസിൻ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്യൂബിൽ കൂടെ നമുക്ക് ഇതിനെ ഈ വെള്ളത്തിൽ കൂടെ മിക്സ് ചെയ്ത് തന്നെ നമുക്ക് വളവും മരുന്നുകളും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വെഞ്ചുറി ട്യൂബ്.
അപ്പൊ ഇവിടെ താഴെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പമ്പിൽ നിന്ന് വരുന്ന ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ ഡെലിവറിയിലോട്ട് പോകും. വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെഞ്ചറിയിൽ കൂടെ ആയിരിക്കും കയറി പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റമാണ് ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെഞ്ചറി ട്യൂബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രീൻ ഫിൽറ്റർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വെള്ളം അത്യാവശ്യം നല്ല ക്ലിയർ വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്ക് ഫിൽറ്ററിന്റെ ആവശ്യമില്ല, സ്ക്രീൻ ഫിൽറ്റർ ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഫിൽറ്റർ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഇവിടെ കാണുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ വാൽവ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ പേരാണ് സോളിനോഡ് വാൽവ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഏത് സെക്ഷനിലാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏത് സെക്ഷനിലാണോ നമുക്ക് വെള്ളം പോകേണ്ടത്, ആ സെക്ഷനിലെ വെള്ളം മാത്രം നമ്മൾ വാൽവ് വെച്ചിട്ട് മാനുവലി കൺട്രോൾ ചെയ്യും. അതിനു പകരം ഇത് ഇലക്ട്രിക്കൽ ആയിട്ടായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈമർ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ആ ടൈം ആവുമ്പോൾ ഏത് വാൽവിലാണോ കൺട്രോൾ സിഗ്നൽ വരുന്നത് ആ കൺട്രോൾ വാൽവ് മാത്രം ഓപ്പൺ ചെയ്യും, ആ ഒരു പോർഷനിലോട്ട് മാത്രം പോവുകയും ചെയ്യും. അപ്പൊ മറ്റു രണ്ട് വാൽവുകളും ക്ലോസ് ആയിരിക്കും. അത് ഇങ്ങനെ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം പ്രഷർ ആ ഒരു ലൈനിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എല്ലാത്തിലും പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കുറവായിരിക്കും. അതുകൊണ്ട് മാക്സിമം പ്രഷർ കിട്ടാൻ വേണ്ടി നമ്മൾ 3 പാർട്ടീഷൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന പാനൽ ബോർഡ്സ് ആണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പമ്പിന്റെ പാനലായിട്ട് നമ്മൾ വെച്ചേക്കുന്നത് അക്വാമാറ്റ് ബ്രാൻഡിന്റെ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. കാരണം ഇവിടെ എല്ലാ പ്രൊട്ടക്ഷൻസ് വരും. പമ്പിൽ നമുക്ക് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, അതുപോലെ ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ ഓവർലോഡ് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. കാരണം ഇവിടെ കസ്റ്റമർ എല്ലാ സമയത്തും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് സപ്പോസ് നമ്മുടെ സമ്പിൽ ഡ്രൈ ആയി പോയി, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പാനൽ ബോർഡ് ഇതെല്ലാം കൺട്രോൾ ചെയ്തോളും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ നമ്മൾ താഴെ കാണുന്നത് നമ്മുടെ ഈ ടൈമർ കൺട്രോൾ ബോർഡ്സ് ആണ് വെച്ചേക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ടൈമർ കൺട്രോൾ യൂണിറ്റ്സ്. അപ്പൊ ഇവിടെ 4 ടൈമേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആദ്യം കാണുന്നത് നമ്മുടെ പമ്പിന്റെ ടൈമർ ആണ്. ബാക്കി 3 എണ്ണം നമ്മുടെ നേരത്തെ കണ്ട ആ സോളിനോഡ് വാൽവിന്റെ കൺട്രോൾസ് ആണ് ഇത് വെച്ചേക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ സോളിനോഡ് വാൽവ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പമ്പിന്റെ ടൈമർ ഓൺ ആവുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പമ്പ് ഓൺ ആവുന്നത്. അപ്പോൾ ഓരോ സോളിനോഡ് വാൽവിനെ നമ്മൾ പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്ത് വെക്കും. ചിലപ്പോൾ 1 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെക്കും. ആ ടൈം കഴിയുമ്പോഴത്തേക്കും അടുത്ത സോളിനോഡ് വാൽവ് ഓൺ ആവും. അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സോളിനോഡ് വാൽവ് ഓൺ ആവും. ഒരു സമയം വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സോളിനോഡ് വാൽവ് മാത്രമേ ഓൺ ആയിരിക്കുള്ളൂ, ബാക്കി 2 ഓഫ് ആയിരിക്കും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്ന ടൈമർ യൂണിറ്റ്സ് ആണ് ഇത്. അങ്ങനെ നമ്മൾ പമ്പ് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആട്ടോയിലാണ് നമ്മളിത് ഓൺ ചെയ്യാൻ പോകുന്നത്. ആട്ടോയിലോട്ട് വിടുകയാണ്. ആട്ടോ ഉണ്ട്, മാനുവൽ ഉണ്ട്. നമ്മൾ ആട്ടോ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് രാവിലെ 7 മണിക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കംപ്ലീറ്റ് സിസ്റ്റം നമുക്ക് നനയ്ക്കാൻ പറ്റും. വൈകിട്ട് അതേപോലെ ഒരു 4 മണിക്ക് 5 മിനിറ്റ്, അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് നനയ്ക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കംപ്ലീറ്റ് ഏരിയയിൽ നനഞ്ഞു കിട്ടും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനത് മാനുവലി ഓൺ ചെയ്യുകയാണ്. ഇത് പമ്പിന്റെ ടൈമർ ഓണായി. സോളിനോഡ് വാൽവ് ഓൾറെഡി ഓൺ ആണ്. അപ്പൊ ഇത് നമ്മളെ ഫസ്റ്റ് സെക്ഷൻ ആണ്. സോളിനോഡ് നമ്പർ 1 ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഈ ഫസ്റ്റ് സെക്ഷൻ വന്ന് ഫുൾ ആയിട്ട് ഇത് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഫോഗർ ആണ്, മിസ്റ്റിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം നമുക്ക് മിസ്റ്റിംഗ് ആണ് ആവശ്യം. ഇവിടെ 3 സെക്ഷനായിട്ട് നമ്മൾ മിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്ഷൻ ആണ്. ഇവിടെ ഈ തെങ്ങ് കണ്ടോ, ഇത് നോക്കോ. ഈ തെങ്ങ് മുഴുവൻ എന്താ ഉണ്ടല്ലേ, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, കിട്ടുന്നു. ഈ തെങ്ങ് മുഴുവൻ, ഇത് മുഴുവൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പടുത്തേക്കുന്ന ഈ ചെടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് നനയുന്നുണ്ട്. ഇതൊരു സെക്ഷൻ, രണ്ടാമത്തെ സെക്ഷനാണ്. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. ഈ സെക്ഷനകത്തും അതുപോലെ ഈ ഒരു സെക്ഷനകത്തും ഫുള്ളായിട്ട് അതുപോലെ മിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ നല്ല അടിപൊളിയായിട്ട് മിസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. നമ്മുടെ 16ന്റെ ലാറ്ററൽ പൈപ്പിൽ നിന്ന് ഇവിടെ ഡ്രിപ്പിന്റെ നമ്മുടെ ഓരോ ചെടിക്കും വേണ്ട ഡ്രിപ്പ് യൂണിറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 16ന്റെ ബ്ലാക്ക് ട്യൂബ് ഇങ്ങനെ നിറയെ പോകുന്നുണ്ട്. അതിൽ നല്ല നമ്മൾ ഓരോരോ ഡ്രിപ്പ് പോയിന്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ആ 6 mm ട്യൂബിന്റെ കാര്യത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ചെടിക്ക് വളരെ കുറച്ച് വെള്ളം മതി. ഇപ്പൊ ഇത് കണ്ടോ, നമുക്കിപ്പോ ഇത് ഫുള്ള് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇത്രയും വരും. ഇത്രയും ഫുള്ളി ലോഡഡ് ആണ്. അപ്പോഴും നമുക്ക് ഇത്രയും വെള്ളം വരും. എന്നാൽ നമുക്ക് ഇത്രയും ആവശ്യമില്ല, കുറച്ച് മതി. വേണ്ടോ, ഈ ചെറിയൊരു വെള്ളം മതി. അപ്പൊ നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇത്രയും പോയിന്റ് വെച്ചു. ഇത്രയും ഇതാവാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് ധാരാളം. 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ചട്ടിയെല്ലാം നിറയും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കൂട്ടി വയ്ക്കാം. അപ്പൊ ഈ 6 mm ട്യൂബിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതേ ഒരു ട്യൂബ് തന്നെ നമുക്ക് ഈ ചെറിയ ചെടിക്കും അതുപോലെ നമുക്കിപ്പോ ആ മരത്തിന് പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ഈ പ്ലാന്റ് നമുക്ക് വളരെ കുറച്ച് മതി. വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത്രയും വെള്ളം മതി, ധാരാളം. അപ്പൊ ഇത് ഇത്രയും നിറയാൻ വേണ്ടി 1 മിനിറ്റ് മതി. ഇപ്പൊ നമ്മളിപ്പോ 1 മിനിറ്റ് വേണ്ട, 1/2 മിനിറ്റ് മതി. ഇത് 1/2 മിനിറ്റ് കൊണ്ട് ഈ ചട്ടി നിറഞ്ഞുണ്ടോ. ഇത്രയും വെള്ളം വേണ്ട, ഇത് കൂടുതലാണ്.
ഒരു 1/2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇത്ര ഒരേപോലെ യൂണിഫോം ആയിട്ട് നമുക്ക് ഏതൊക്കെ പ്ലാന്റിനാണ് വേണ്ടത്, ഇത്ര വെള്ളം വേണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതൽ വേണ്ട പ്ലാന്റിന് കൂടുതലും, അതുപോലെ കുറച്ച് വേണ്ട പ്ലാന്റിന് കുറച്ചും മതി. അപ്പൊ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം മാത്രം കിട്ടുന്നുണ്ട്. ഇതിന് എത്രയാണോ റിക്വയർമെന്റ് വെള്ളം അത്രയും മാത്രം മതി. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ട്യൂബ് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഇതൊരു മാവ് മരമാണ്, മാവിന്റെ മരമാണ്, ഒരു ചെടിയാണിത്. അപ്പൊ ഇതിന് നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണം. അപ്പൊ ആ കൂടുതൽ വേണ്ട സമയത്ത് നമ്മൾ ഡ്രിപ്പ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം. ഇത് കുറയ്ക്കുമ്പോൾ ഇത്രയും കുറയും. നമ്മൾ തുറക്കും ഫുള്ള് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്രയും വോളി ഇതിൽ വരും. അപ്പൊ അങ്ങനെ ഈ ഒരൊറ്റ ടാപ്പ് കൊണ്ട് തന്നെ നമുക്ക് വലിയ വെള്ളം കൂടുതൽ വേണ്ടുന്ന ചെടികൾക്ക് അങ്ങനെ ചെയ്യാം, അതുപോലെ വെള്ളം കുറഞ്ഞ വേണ്ടുന്ന ചെടികൾക്ക് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. രണ്ട് രീതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ഏരിയ ടൗൺ ഏരിയയില് നമ്മൾ ഈ പോപ്പപ്പ് സ്പ്രിംഗ്ലറാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഈ നമുക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മുടെ പ്രഷർ സോളിനോയിഡ് വാൽവ് ഓണായി ആ പ്രഷർ വന്ന ഉടനെ ഈ പോപ്പപ്പ് തറയിൽ നിന്ന് മേളിലോട്ട് കയറി വരികയും നമുക്ക് ആവശ്യാനുസരണം വെള്ളം നനയ്ക്കുകയും ചെയ്യും. അപ്പൊ ഈ പോപ്പപ്പ് ഗണ്ണിൽ നമുക്ക് ഇതിന്റെ ഫ്ലോ കൂട്ടാനും പറ്റും, കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇതിന്റെ ഏത് ആംഗിളിൽ നമുക്ക് എവിടെ തുടങ്ങണം, എവിടെ തീരണം, അപ്പൊ ഏത് ആംഗിൾ വേണം നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഇവിടുത്തെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കഴിഞ്ഞിട്ട് നമുക്കിപ്പോ റിക്കവർ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഇതിന്റെ ഈ നടപ്പാതയുടെ കറക്റ്റ് എഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് കട്ടായിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. അപ്പൊ നമുക്കിത് 90 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ റൊട്ടേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഈ ഏരിയയിൽ നമുക്ക് 2 ഗണ്ണാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് രണ്ടാമത്തെ സെക്ഷനിലുള്ള ലോൺ ഏരിയ ആണ്. അപ്പൊ ഇത് ഏരിയ വന്നിട്ട് കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒരു 1.5 മീറ്റർ ഗ്യാപ്പിലുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇതിനകത്ത് കവറേജ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടലായിട്ട് വെച്ചിരിക്കുന്നത് 5 കുഞ്ഞ് പോപ്പപ്പ് ഗൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് നമ്മളെ എല്ലാ ഏരിയയും നമുക്ക് ക്ലിയർ ആയിട്ട് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ 3 ടൈപ്പ് ആയിട്ടുള്ള ഇറിഗേഷൻസ് ചെയ്തായിരുന്നു. നമ്മുടെ ഡ്രിപ്പിംഗ് കഴിഞ്ഞായിരുന്നു, പോപ്പപ്പ് ഗൺസിന്റെ കഴിഞ്ഞായിരുന്നു, അതുപോലെ മിസ്റ്റിങ്ങിന്റെയും കഴിഞ്ഞായിരുന്നു. എല്ലായിടത്തും നമുക്ക് ആവശ്യം പോലെ നല്ലതായിട്ട് നനഞ്ഞ് കിട്ടുന്നുണ്ട്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ വീടുകളിലോ പറമ്പിലോ ഒക്കെ ഈ പറഞ്ഞ ഇറിഗേഷൻ സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. മെറ്റീരിയൽ ആയിട്ടാണെങ്കിൽ അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കായിട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ കമന്റുകളായിട്ട് അറിയിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.